പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്രയ്ക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. 2500 പേജുള്ള കുറ്റപത്രമാണ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചത്. ചാരവൃത്തിയിൽ ജ്യോതി മൽഹോത്ര പങ്കാളിയാണെന്ന് തെളിയിക്കുന്ന ശക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് SITയുടെ കുറ്റപത്രത്തിൽ പറയുന്നു. ട്രാവൽ വിത്ത് ജോ എന്ന പേരിൽ യൂട്യൂബിൽ ട്രാവൽ അക്കൗണ്ട് നടത്തിയിരുന്ന ജ്യോതി റാണി എന്നറിയപ്പെടുന്ന ജ്യോതി മൽഹോത്രയെ ചാരവൃത്തി ആരോപിച്ച് ഹരിയാന പോലീസ് ഹിസാറിൽ വെച്ച് മെയ് 16-നാണ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിനു പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയ കേസിൽ 3 മാസത്തിനു ശേഷമാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. 2500 പേജുള്ള കുറ്റപത്രമാണ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചത്. ചാരവൃത്തിയിൽ ജ്യോതി മൽഹോത്ര പങ്കാളിയാണെന്ന് തെളിയിക്കുന്ന ശക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് SITയുടെ കുറ്റപത്രത്തിൽ പറയുന്നു. ജ്യോതി മൽഹോത്ര പാകിസ്ഥാൻ ഏജന്റുമാർക്ക് ദീർഘകാലമായി രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തന്ത്രപ്രധാനമായ വിവരങ്ങൾ കൈമാറിയെന്നും പാക് ഏജന്റുമാരുമായി എല്ലാ ദിവസങ്ങളിലും സംസാരിച്ചിരുന്നതായും കുറ്റപത്രത്തിൽ പറയുന്നു. ദേശീയ മാധ്യമങ്ങളാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. യൂട്യൂബറായിരുന്ന ജ്യോതി പാകിസ്ഥാൻ സന്ദർശനത്തിനിടെ പാക് ഇന്റലിജൻസ് കൈകാര്യം ചെയ്യുന്നവരുമായി ബന്ധപ്പെടുമായിരുന്നുവെന്നും SITയുടെ കുറ്റപത്രത്തിലുണ്ട്. ഇന്ത്യയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനായ എഹ്സാൻ ഉർ റഹീം എന്ന ഡാനിഷുമായി ജ്യോതി നടത്തിയ ഫോൺ സംഭാഷണങ്ങൾ കണ്ടെത്തിയതായും കുറ്റപത്രത്തിൽ പറയുന്നു. ISI ഏജന്റുമാരായ ഷാക്കിർ, ഹസൻ അലി, നാസിർ ദില്ലൻ എന്നിവരുമായി ജ്യോതിക്ക് ബന്ധമുണ്ടെന്നും കുറ്റപത്രത്തിൽ ആരോപിക്കുന്നു. നേരത്തെ ജ്യോതി മൽഹോത്ര 2 തവണ പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നതായും പാക് ഇന്റലിജൻസ് കൈകാര്യം ചെയ്യുന്നവരുമായി ബന്ധപ്പെട്ടതിനും തെളിവുകൾ ലഭിച്ചിരുന്നു. 2023 നവംബർ മുതൽ ഇന്ത്യയിലെ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനായിരുന്ന ഡാനിഷുമായി ജ്യോതിക്ക് ബന്ധമുണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ചാരവൃത്തിയിൽ ഏർപ്പെട്ടുവെന്ന് ആരോപിച്ച് മെയ് 13-ന് ഡാനിഷിനെ ഇന്ത്യ പുറത്താക്കുകയായിരുന്നു. യൂട്യൂബിൽ 3,70,00,000 സബ്സ്ക്രൈബേഴ്സും ഇൻസ്റ്റഗ്രാമിൽ 1,32,00,000 ഫോളോവേഴ്സുമുള്ള ട്രാവൽ വ്ലോഗറായിരുന്നു ജ്യോതി മൽഹോത്ര. നിലവിൽ ജ്യോതി മൽഹോത്ര ഹിസാറിലെ ജയിലിലാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.